ഞങ്ങൾ ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന കേന്ദ്ര മേഖലയിലും പൊതുമേഖലയിലുമുള്ള പെൻഷൻകാരുടെ സംഘടനകളുടെ ഒരു ഐക്യവേദിയുടെ പ്രവർത്തകരാണ്. ഈ ഐക്യവേദി അടുത്ത കാലത്ത് മാത്രമായി രൂപം കൊണ്ടതാണ്. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം, വാലിഡേഷൻ ആക്ട് എന്ന ഇത് കൊണ്ടുവന്നപ്പോൾ വളരെ പെട്ടെന്ന് രൂപം കൊണ്ട ഒരു ഐക്യവേദിയാണ്. കാരണം ഈ വാലിഡേഷൻ ആക്ട് പ്രകാരം ശമ്പള കമ്മീഷനുകളോ വേറെ ഏതെങ്കിലും ഏജൻസികളോ പെൻഷൻകാർക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഉള്ള ശുപാർശകൾ കൊടുക്കുകയാണെങ്കിൽ ആ ശുപാർശകളിൽ മുൻകാല പെൻഷൻകാർക്ക് കൊടുക്കാതിരിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ടു ഡിനൈ ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ക്ലോസോട് കൂടിയിട്ടുള്ള ഒരു ആക്റ്റായിരുന്നു വളരെ പെട്ടെന്ന് ഫൈനാൻസ് ബില്ലിൻ്റെ കൂടെ ചേർത്ത് കൊണ്ടുവന്നത്. അത് നിലവിലുള്ള പെൻഷൻകാർക്ക് ദോഷമുണ്ടാക്കുന്നതാണ്. കാരണം നിലവിലുള്ള സംവിധാന പ്രകാരം ശമ്പളം പരിഷ്കരിക്കുന്നതോടൊപ്പം തത്തുല്യമായിട്ട് അല്ലെങ്കിൽ പോലും പെൻഷനും പരിഷ്കരിച്ചുകൊണ്ട് വന്നിരുന്നു. ആ സമ്പ്രദായം ഇല്ലാതാക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ആക്ടും വന്നത്. അതുകൊണ്ട് അത് നിലവിലുള്ള പെൻഷൻകാരെ ആ സ്ഥിതിയിൽ തന്നെ നിലനിർത്തും എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ആശങ്കയുണ്ടായി. ആ ആശങ്ക വെച്ചുകൊണ്ട് മെമ്മോറാണ്ടങ്ങളും മറ്റും കൊടുത്തപ്പോൾ ഒരു വളരെ അവ്യക്തമായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇത് സംബന്ധിച്ച തത്വത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള വേഗ മറുപടി മാത്രമാണ് അതിനുണ്ടായത്. അപ്പോൾ ഇത് എങ്ങനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം തന്നില്ല. അങ്ങനെ രൂപം കൊണ്ടതാണ് ഒരു 40 സംഘടനകൾ അഖിലേന്ത്യാ തലത്തിൽ ഒത്തുചേർന്നുകൊണ്ടിട്ടുള്ള ഒരു ഫോറമാണ്. അതിൻ്റെ കേരളത്തിലെ അതിൽ ഉൾപ്പെട്ട 19 സംഘടനകളുണ്ട്. കേരളത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കേന്ദ്രത്തിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പെൻഷൻകാരുടെ സംഘടനകൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ എയ്ഡോടുകൂടി നടത്തപ്പെടുന്ന ഓട്ടോണമസ് ബോഡീസ് എന്ന് പറയുന്നതിനുള്ള സംഘടനകൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മുതലായ മേഖലകളുള്ള പെൻഷൻ സംഘടനകൾ എല്ലാം ഒത്തുചേർന്നിട്ടാണ് ഈ ഫോറം രൂപീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായിട്ടുള്ള പ്രക്ഷോഭണങ്ങളും മനുഷ്യച്ചങ്ങല തീർക്കൽ മുതൽ കൺവെൻഷനുകൾ, ധർണകളെല്ലാം നടത്തിയതിന് ശേഷം മെമ്മോറാണ്ടം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു, ഗവർണർമാർ വഴിക്ക് കൊടുത്തു, MP-മാർ വഴിക്ക് കൊടുത്തു. ഇതുവരെ അതിലെന്തെങ്കിലും മാറ്റം വന്നതായിട്ടുള്ള സൂചനകളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ തീക്ഷ്ണമായിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ പോകുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 8ാം ശമ്പള കമ്മീഷനെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് വേണ്ടി കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നില്ല. നവംബറിൽ മാത്രമാണ് കമ്മീഷൻ ആരാണെന്ന് രൂപീകൃതമായത്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഓഫീസ് ഫംഗ്ഷനിങ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിലും പെൻഷൻകാരെ സംബന്ധിച്ചുള്ള ആശങ്ക അത് വെറും ഒരു മിഥ്യാ ആശങ്കയല്ല എന്നുള്ള വ്യക്തമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു പ്രക്ഷോഭണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആ 2ാം ഘട്ട പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി ഏകദേശം അവസാന ഘട്ടം എന്നുള്ള രീതിയിലാണ് ഈ 19-ാം തീയതി നാളെ എല്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിലും തലസ്ഥാനങ്ങളിലും ഒരു ധർണകൾ, കൂട്ടധർണ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ളതാണ് ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് ശമ്പള കമ്മീഷൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് പെൻഷൻ സമൂഹത്തിനുള്ള ആശങ്ക തീർക്കാതെയാണ് പോകുന്നത്. സർക്കാർ ഇത് സംബന്ധിച്ച് ചോദ്യോത്തരങ്ങൾ പലപ്പോഴും 2 or 3 ചോദ്യങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായപ്പോഴും വളരെ അവ്യക്തമായിട്ടുള്ള മറുപടി മാത്രമാണ് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ തത്വത്തിൽ ഇതിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം പറയുന്നതാണ്. അത് സംബന്ധിച്ച ഉത്തരവുകളൊന്നുമില്ല
അതിനുശേഷം ഇപ്പോൾ ശമ്പള കമ്മീഷൻ്റെ ഒരു ചോദ്യാവലി പുറത്തിറക്കിയിട്ടുണ്ട്. അതിലും ഇതുപോലെ തന്നെ പെൻഷൻ എന്ന് പറയുന്നതിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളത്, അത് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ ലീഡിങ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇന്നത്തെ സിവിൽ സർവീസ് പെൻഷൻ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്നതായിരിക്കും എന്നുള്ള തോന്നൽ വെറും തോന്നലല്ല, ആ രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. വ്യക്തമായിട്ടുള്ള ഒരു നയം എന്താണെന്ന് പറയണം. ഈ ശമ്പള കമ്മീഷന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണം. കാരണം പല സാമ്പത്തിക ഉപദേഷ്ടാക്കൾ അടുത്തിടെ തന്നെ വന്നു. ഒരു സന്യാൽ, അദ്ദേഹം ഒരു സാമ്പത്തിക ഉപദേഷ്ടാവാണ് സർക്കാരിൻ്റെ, സഞ്ജയ് സർക്കാർ. അദ്ദേഹത്തിൻ്റെ ഇത് പെൻഷനും അതുപോലെ തന്നെ സൗജന്യങ്ങൾ കൊടുക്കുന്നതും സർക്കാർ പൂർണ്ണമായിട്ട് നിർത്തലാക്കണം. അതെല്ലാം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കും വികസനത്തിനും എതിരാണ് എന്നുള്ള രീതിയിൽ തന്നെ ഉള്ളൊരു ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു മാസികയ്ക്ക് കൊടുത്തത് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അതാണ് സർക്കാരിൻ്റെ പോക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള ഇപ്പോഴുള്ള പെൻഷൻകാർക്ക് പെൻഷനിൽ ശമ്പളത്തിൽ വരുന്ന മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത് എന്നും മാത്രമല്ല, അത് കേന്ദ്രത്തിൻ്റെ നിയമം, പെൻഷൻ സംബന്ധിച്ച നിയമം 1972 CCS പെൻഷൻ റൂൾസ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ നിയമത്തിൽ തന്നെ ബാധകമാക്കുന്ന രീതിയിൽ ഈ വാലിഡേഷൻ ആക്ടിനെ 1972 നിയമത്തിൽ പോലും ബാധകമാക്കിയിരിക്കുന്നു എന്ന് അതിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ടും ശമ്പള കമ്മീഷൻ്റെ നിയമനത്തിലുള്ള വൈകിപ്പിച്ചതിൻ്റെ കാര്യത്തിലും, കാരണം 2026 ജനുവരി തൊട്ട് പുതിയ ശമ്പളഘടന നിയമത്തിൽ വരേണ്ടതാണ്. പക്ഷേ നിയമിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ, പ്രവർത്തനം നടക്കുന്നത് തന്നെ ഇപ്പോഴാണ്. 18 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ സമൂഹം, കേന്ദ്ര പെൻഷൻ സമൂഹം, സിവിൽ പെൻഷൻ സമൂഹം വലിയ ആശങ്കയിലാണ്. ഈ ആശങ്ക തീർക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ ഉറപ്പുകളോ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വീണ്ടും ഒരു സമരത്തിൻ്റെ മുഖത്തിലേക്ക് നീങ്ങുകയാണ്, അടുത്ത ഘട്ട സമരത്തിലേക്ക് നീങ്ങുകയാണ്. അത് ഈ മാർച്ച് മാസത്തിലെ ഏകീകൃത ഈ ഫോറത്തിൻ്റെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നുണ്ട്, ഓൾ ഇന്ത്യ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ തീരുമാനിക്കാം. അതുമാത്രമല്ല, ഈ വാലിഡേഷൻ ആക്ടും ബാക്കിയുള്ള നീക്കങ്ങളുമെല്ലാം തന്നെ നേരത്തെ ഭരണഘടനാ ലംഘനമാണോ എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് 19 സംഘടനകൾ ചേർന്നിട്ട്. അത് ഇന്നലെ 17-ാം തീയതിക്ക് വെച്ചിരുന്നു, അത് വീണ്ടും മാറ്റിയിരിക്കുന്നു. ഗവൺമെൻറ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, റിജോയിൻഡർ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അത് കാരണം 82-ലെ നഗാര കേസുകളുടെ വിധിയുടെ ലംഘനമാണ്. പെൻഷൻ എന്ന് പറയുന്നത് ഇവരുടെ മൗലികാവകാശമാണ്. ഇത് സമ്പത്ത് സൂക്ഷിക്കാനുള്ള മൗലികാവകാശം ഉള്ളതുപോലെ തന്നെ പെൻഷൻകാർക്ക് ഒരു മൗലികാവകാശമാണെന്നും പെൻഷൻകാരെ പെൻഷനാകുന്ന തീയതി വെച്ച് വിഭജിക്കരുത് എന്നും വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുള്ള ഒരു വിധിയാണെന്ന്. അത് ഭരണഘടനാ ബെഞ്ചാണ്, അതിൻ്റെ ലംഘനമാണ് എന്നുള്ള രീതിയിലാണ് നീങ്ങുന്നത്. ഒരു ഭാഗത്ത് സർക്കാരിനെ സമീപിക്കുകയും മെമ്മറാണ്ടങ്ങൾ ഉടക്കുകയും വേറൊരു ഭാഗത്ത് പൊതുജന മധ്യത്തിലും ഭരണകർത്താക്കളുടെ ഇടയിലും ഇതിനെ ചർച്ചയാക്കുന്ന രീതിയിൽ ഇതിന് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഇനിയൊരു ഭാഗത്ത് നിയമത്തിൻ്റെ വഴി കൂടെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നീങ്ങുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗക്കാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
മാധ്യമ വിഭാഗത്തിൻ്റെ സഹായങ്ങൾ ഇതിനും ഉണ്ടാകണം. കാരണം ഇത് എല്ലാ വിഭാഗത്തിനും, കാരണം പെൻഷൻ പരിഷ്കരണം എന്നുള്ളത് നടത്താത്ത പല മേഖലകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ബാങ്കിങ് മേഖല, അതുപോലെ തന്നെ BSNL മേഖല. പെൻഷൻ പരിഷ്കരണം 2017 നടത്തേണ്ടതായിരുന്നു BSNL, അത് ഇതുവരെ നടത്തിയിട്ടില്ല. ബാങ്കിങ് മേഖലയിലാകട്ടെ അത് തുടങ്ങിയ കാലത്തുള്ള അതേ രീതിയിലുള്ള പരിഷ്കരണം, അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇത് സാർവത്രികമാക്കാനാണ് എല്ലാ വിഭാഗത്തിലും ഈ എവിടെ നിന്നോ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിലേക്ക് നീങ്ങുന്നത് വാസ്തവത്തിൽ പെൻഷൻ എന്ന തത്വത്തിനെ തന്നെ ഇല്ലാത്തതാക്കുന്നു എന്നുള്ളത് കൂടെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ച് 25-ാം തീയതി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഈ നിയമം കൊണ്ടുവന്നത്. ഫൈനാൻസ് ബില്ല് 2025. എല്ലാവർക്കും അറിയാം, ഓരോ വർഷവും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഫൈനാൻസ് ബില്ല് അവതരിപ്പിക്കുക. അതിന് ഒരു വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നുള്ള ഈ പരിഷ്കരണം ഞങ്ങളുടെ ജീവിതം മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ്. ചരിത്രത്തിൽ കേൾക്കാത്ത രീതിയിൽ 52 കൊല്ലത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 52 കൊല്ലക്കാലത്തിൽ ഉണ്ടായിട്ടുള്ള സകല കോടതി വിധികളും അസാധുവായി ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു ഏർപ്പാടാണ്. 1979 പെൻഷൻ പരിഷ്കരിച്ചു. പക്ഷെ അത് 74 ഏപ്രിൽ 1-ാം തീയതി സർവീസിലുള്ളവർക്ക് മാത്രമേ ബാധകമാവൂ പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. അതിനെതിരായിട്ടാണ് നക്കാരെ എന്ന് പറഞ്ഞൊരു ഓഫീസർ കേസ് കൊടുത്ത് ജയിച്ചത്. അന്ന് സുപ്രീം കോടതി പറഞ്ഞു, റിട്ടയർ ചെയ്ത ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻകാരെ വിഭജിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. പെൻഷൻകാർ ഒരു വർഗമാണ്, അവരെ ഇങ്ങനെ വിഭജിക്കാൻ പാടില്ല റിട്ടയർമെന്റ് ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ്. അതാണ് നക്കാര കേസിലെ വിധി. അത് 82-ൽ വന്നു. ആ വിധിയും അസാധുവാണെന്ന് നിർമ്മല സീതാരാമൻ ഒറ്റ വാചകം എഴുതിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്ത് അപകടം. ഇവിടെ പറഞ്ഞ 8-ാം ശമ്പള കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പെൻഷൻ പരിഷ്കരണം ഇല്ല. 8-ാമത്തെ കമ്മീഷനാണ്. ആദ്യത്തെ 3 കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷനിൽ പെൻഷൻ പരിഷ്കരണം ഉണ്ടായിരുന്ന അവർ പെൻഷനെ പറ്റി പറഞ്ഞുമില്ല. പക്ഷെ 4, 5, 6, 7 കഴിഞ്ഞ 4 കമ്മീഷനുകൾക്ക് ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തപ്പോൾ പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഗവൺമെന്റ് ചിലത് അംഗീകരിച്ചു, ചിലത് അംഗീകരിച്ചില്ല. അത് ഗവൺമെന്റ് പ്രൊറോഗേറ്റീവാണ്, അധികാരമുണ്ട്. ഇവർ റെക്കമെൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ. പക്ഷെ ഇത്തവണ പരിഗണനാ വിഷയത്തിൽ പെൻഷൻ പരിഷ്കരണമേ ഇല്ല. അപ്പൊ സ്വാഭാവികമായും അവർ പെൻഷൻ പരിഷ്കരിക്കാനുള്ള യാതൊരു നിർദ്ദേശവും കൊടുക്കാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ കൊടുത്താൽ തന്നെ ഗവൺമെന്റ് പറയുന്നത് അത് ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കാതിരിക്കണം എന്ന് പറയാനുള്ള അധികാരം, തീരുമാനിക്കാൻ അധികാരം ഞങ്ങൾക്കുണ്ട്, പരമാധികാരം. കോടതിയിൽ പോലും പോകാൻ അധികാരമില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളത് ചലഞ്ച് ചെയ്തു. ഇത് പാർലമെന്ററി വ്യവസ്ഥയോടുള്ള ഒരു എന്താ പറയാ ഡിസ്റെസ്പെക്ട് ആണ്. അതുപോലെ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്, കോടതികളെ വെല്ലുവിളിക്കുകയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതി നൽകിയിട്ടുള്ള 100 കണക്കിന് ജഡ്ജ്മെന്റ്സ് എല്ലാം ഒരു വാചകം എഴുതിക്കൊണ്ട് ധനകാര്യമന്ത്രി അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ ധനകാര്യമന്ത്രിക്ക് അധികാരമൊന്നുമില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസ് 24-ാം തീയതി വരുന്നുണ്ട്. ഇന്നലെ വന്നത് 24-ലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്തു. 24-ാം തീയതി തീരുമാനം ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണിത്. ഒരു പക്ഷേ ലാർജർ ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ രീതിയിൽ പെൻഷൻ സമ്പ്രദായത്തിനെതിരായിട്ടൊരു അറ്റാക്കാണ്. പത്രക്കാരുടെ തന്നെ അറിയാം, 16,000 എന്നുള്ളത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഈ വർഷം ജനുവരി 1-ന് സർവീസിലുള്ളവർക്ക് മാത്രമേ ബാധകമാകൂ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് സർവീസിൽ റിട്ടയർ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇത് സഹായിക്കും. കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവന്ന് ഒരു നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സർക്കാരുകളിൽ ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. പെൻഷൻ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു അപകടം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് വന്നിരിക്കുന്നത്. പെൻഷൻകാർ പ്രായമായ ആൾക്കാരാണ്, അധികമൊന്നും ചെയ്യില്ല എന്ന് സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ തന്നെ 40 സംഘടനകൾ അഖിലേന്ത്യാ തലത്തിൽ സംഘടിച്ച് കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ 19 സംഘടനകൾ മാത്രമുള്ളത്. പരമാവധി ആൾക്കാരുണ്ട്, ഇനിയും കുറെ ആൾക്കാരോട് വരാനുണ്ട്. ഈ പ്രക്ഷോഭം നീണ്ടു പോകാൻ പോവുകയാണ്. സ്വാഭാവികമായി
ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ ദേഷ്യവും എല്ലാം കോപവും എല്ലാം അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. യാതൊരു സംശയമില്ല. ഞങ്ങളുടെ സംഘടനകൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ വ്യക്തികൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.